ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് ഒരു സംഭവം ഉണ്ടായി. അതൊരു കലാപത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ഘോഷയാത്ര പോകുന്നതിനിടയിലേക്ക് ട്രാക്ടർ നിയന്ത്രണം വിട്ട് ഓടിക്കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയേറെ ആളുകൾ വന്നു കൂടുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഈ ട്രാക്ടർ നിയന്ത്രണം വിട്ട രീതിയിൽ വരുന്നത് എന്നുള്ളത് സംശയാസ്പദമാണ്. അതിനുശേഷം ജെൻസി കലാപത്തിന് കണക്ക് നമ്മുടെ ലഡാക്കിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നു. അതും പെട്ടെന്ന് അടിച്ചമർത്തപ്പെടുന്നു. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നത് ഐ ലവ് മുഹമ്മദാണ്. ഈ ഐ ലവ് മുഹമ്മദിന്റെ ബാനറുകൾ വന്ന് നമ്മുടെ പത്തനംതിട്ട വരെ, കേരളത്തിൽ പത്തനംതിട്ട വരെ എത്തി എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ ഈ ഐ ലവ് മുഹമ്മദുകാർ ലക്ഷ്യം വെച്ചത് ദസറ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഏതാണ്ട് ഒരു പരിച്ഛേദം സംഭവിച്ചു എന്ന് കരുതാവുന്ന ഒരു കാര്യമാണ് ഒഡീഷയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കലാപത്തിനുള്ള കോപ്പുകൂട്ടലുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിന് പിന്നിൽ? ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏറ്റവും അവസാനം രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഭരണമാറ്റം ഒരു കലാപത്തിൽ കൂടിയാണല്ലോ. നമ്മൾ ഈ പറയുന്ന അടുത്ത രാജ്യങ്ങളിലല്ല, ഏറ്റവും അവസാനം നേപ്പാളിൽ സംഭവിച്ചത്. അപ്പം അതേ ഒരു അർത്ഥത്തിൽ, അതേ മുഖത്തിൽ ഐ ലവ് മുഹമ്മദ് ഈ ജൻസി കലാപത്തിൻ്റെ മോഡലിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ഐ ലവ് മുഹമ്മദോ ഐ ലവ് ശിവയോ ഐ ലവ് ക്രിസ്തുവോ ഒന്നും പ്രശ്നമല്ല, ആർക്കും നമുക്ക് എഴുതാനും പറയാം. പക്ഷെ അതിൻ്റെ പിറകിൽ ഒരു വിഷയമുണ്ടാക്കുന്നതിന് ആ മുദ്രാവാക്യം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് സോഷ്യൽ മീഡിയ വഴി വേറെ ചില പ്രചരണങ്ങൾ നടത്തുന്നു. അതൊരു കലാപന്തരീക്ഷം. അപ്പോൾ ഒരിടത്തൊരു വിഷയം ഉണ്ടാകുന്നത് പോലീസ് അത് അമർച്ച ചെയ്യുമ്പോൾ ആ ഒരു വിഷയമില്ലാത്തിടത്തെല്ലാം ഒരേ സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് കലാപം ഉരുത്തിരിയുന്നു. അങ്ങനെയാണല്ലോ ഈ കലാപം എന്ന് പറയുന്നത്. അതിനെല്ലാം ഒരേ സ്വഭാവം മനസ്സിലാവുന്നു. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഉപദ്രവിക്കുന്നു, അമ്പലങ്ങൾ കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ കടകൾ കേന്ദ്രീകരിക്കുന്നു, വീടുകൾ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ ഒന്നും അറിയാത്തിടത്ത് ഇങ്ങനത്തെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കി അതൊരു കലാപ അന്തരീക്ഷം. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം. അപ്പം രണ്ട് കൂട്ടങ്ങൾ കൂടി അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അത് വളരെ കൃത്യമായിട്ട് പോലീസ് വെടിവെക്കണ്ടെന്ന് പറയുന്നിടത്ത് പലയിടത്തും വെടികൊണ്ട ആൾക്കാർ മരിക്കുന്നു, മനസ്സിലാവുന്നുണ്ട്. അപ്പം കലാപം ഉരുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് അകത്തു നിന്നും വെളിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരവസ്ഥ, അതാണ് ഈ കലാപത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കാൻ 50 കൊല്ലത്തെ സ്രോതസ് അന്വേഷിക്കാൻ പോകുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ വണ്ടി നിയന്ത്രണം വിട്ട് കയറിയിട്ടുള്ള കലാപങ്ങൾ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന തിക്കിലും തിരക്കിലും പെട്ട അമ്പലങ്ങളിലും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും അവസാനം ഏതായിരുന്നു ഈ കുംഭമേളയ്ക്ക് പോലും സംഭവിച്ചു. അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട്. ഈ തിക്കും തിരക്കും എങ്ങനെ ഉണ്ടാകുന്നു? റെയിൽവേ സ്റ്റേഷനിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ തിക്കും തിരക്കും ഉണ്ടാകുന്നു. അതൊക്കെ അതിൻ്റെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവിക്കുന്നതാണ്. വാർത്ത വരുമ്പോൾ തിക്കും തിരക്കാണ്, ആൾ കൂടിയതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു. പക്ഷെ അതൊന്നും അല്ല. അതിൻ്റെ പുറകിൽ കൃത്യമായ ഒരു ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ആ തിക്കും തിരക്കും ഉണ്ടാക്കുന്നതിന് ചില കാര്യങ്ങൾ. ഇപ്പോൾ ഇത് ഈ കാലങ്ങളായിട്ട് ഏതാണ്ട് 50-60 കൊല്ലത്തിനകത്ത് മാത്രം അന്വേഷിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒരുപക്ഷെ ഒരേ മോഡൽ, ഒരേ ആളുകൾ മാറുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യക്കാർ അല്ലെ ഉണ്ടാക്കുന്നവരെല്ലാം ഒരേ സ്വഭാവമുള്ളവർ മറ്റൊരു മറിച്ചിട്ടൊക്കെ അതവിടെ ആക്കിയിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഐ ലവ് മുഹമ്മദ് അത് ഈ പറയുന്നത് പോലെ യു പിയിലാണ് നടന്നത്. യു പിയിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഗുജറാത്തിലേക്കും ഈ പറയുന്ന ഉത്തരാഖണ്ഡ് പല എല്ലായിടത്തും ഈ പറയുന്ന ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ട് ഇടപെടുന്നത് കൊണ്ട് അത് അമർച്ച ചെയ്യപ്പെട്ടു. യു പിയിൽ ഇത് ആദ്യമേ ചെറിയ ഒരു സംഘർഷം, പ്രാദേശികമായിട്ടുള്ള സംഘർഷമാണ് പടർന്ന് പന്തലിച്ച് അവിടെ ഒതുക്കി എഫ്ഐആർ തീർത്ത് നിസ്സാര സംഭവമാണെന്ന് കണ്ടെത്താണ് ഈ വിഷയം വലിയൊരു വലിപ്പത്തിലേക്ക്. പിന്നെ യു പിയിലായതുകൊണ്ട് ഈ ഏത് കലാപവും ഏത് പ്രശ്നവും ആരായാലും അതിൻ്റെ അടിവേര് മാന്തി എടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് അടിവേര് മാന്തി അവൻ്റെ പണ്ഡിതനെ പിടിക്കുക. അവൻ്റെ പേര് തൗഫിക് റാണ. ഇപ്പോൾ അവൻ്റെ ഏറ്റവും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത അവൻ്റെ 1 കോടി രൂപയുടെ സ്വത്ത് വരെ കണ്ടുകിട്ടി. അവൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. കാരണം ഇനി അവന്മാർ യു പിയിലൊന്നും ഇനി നടക്കത്തില്ല. യു പിയിൽ യോഗി ആദിത്യനാഥ്, യു പിയിലെന്നല്ല പലയിടത്തും നടക്കുന്നത്. ഇത് തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് ആരും അറിഞ്ഞിട്ടില്ല. ഈ ജൻസി കലാപം എന്ന് പറഞ്ഞ ലഡാക്കിൽ അതേ മോഡലൊരു കലാപം വന്നായിരുന്നില്ല. അതിനു മുമ്പ് മഹാരാഷ്ട്രയിൽ ഈ കലാപം ഈ അവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചില പ്രത്യേക മതവിഭാഗത്തിന് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ കുറേ അടുത്ത ഒരു സ്ഥിരം അയാളെ അവിടെ കലാപം ഉണ്ടാക്കാൻ നോക്കി. അത് ആ വെളിയിൽ പോലും അറിയാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തൂക്കിയെടുത്ത് അകത്ത് കളഞ്ഞു. അപ്പം ഇത് എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കണ്ട് അതിന് വളരെ വലിയ വലിപ്പത്തിൽ ഇന്ത്യയിൽ ഭരണാധികാരികൾ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നടക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഇത് ഒരിടത്ത് പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഇന്നലെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ പറയുന്നിടത്ത് അതിനോടനുബന്ധിച്ച് ബന്ധമായിരുന്നു. ഈ ഐ ലവ് മുഹമ്മദിൻ്റെ കലാപം
അടങ്ങി തീർന്നപ്പോൾ അതിനെതിരെ അതിലെ ശിവ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യുവമാർ 2000 ഇറങ്ങിയെടുത്ത് അവന്മാർ മറ്റേമാർ 10,000 ഇറങ്ങി. മനസ്സിലാവുന്നുണ്ട്? അപ്പം ആ രീതിയിലേക്കാണ് പോകുന്നത്. ഭയങ്കര ഇതായിരുന്നു. അപ്പം അവരേത് കലാപം, അവരുടെ കലാപം എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മോദി അട്ടിമറിക്കുന്നതിനും യോഗി അട്ടിമറിക്കുന്നതിനും അല്ല ഇത് വരുന്നത്. ഇപ്പം ഇന്നലെ ഈ ഒഡീഷയിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നമ്മുടെ ഈ ദുർഗാ ഘോഷയാത്ര നടക്കുന്നു, ഘോഷയാത്രയിൽ കല്ലെറിയുന്നു. ആ സംഭവം അവിടെ തീരുകയാണ്. ആ പോലീസ് ഇടപെടുന്നു. അത് ഒരുപക്ഷെ ആ പ്രദേശത്തെ വിഷയമാണെന്ന് ധരിച്ച് പോലീസ് ഇടപെട്ട് അതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചു വിട്ടപ്പോൾ ഏതാണ്ട് 25ഓളം ഇടത്ത് ഇതേ ഒരേ സ്വഭാവത്തിൽ ഈ കലാപം ഉണ്ടാവുകയാണ്. അതായത് കലാപം അടിച്ചമർത്തി. ഇപ്പം ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അടുത്ത പോലീസിനും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു വിഭാഗങ്ങളൊക്കെ അവിടെ കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അപ്പം വ്യാപകമായിട്ട്, അതായത് ഇന്ത്യക്കകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന വളരെ ദീർഘകാലമായിട്ട് ആലോചിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ആ വിഷയം ഏത് തരത്തിലും ഇനി നടത്തിയേ മതിയാവും, അല്ലെങ്കിൽ നടത്തണം, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കി റെസ്യൂം ചേഞ്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പല രീതിയിൽ വിഷയങ്ങളാണല്ലോ. ഇപ്പോൾ താരിഫിൻ്റെ വിഷയം, അതുപോലെ അതിർത്തിയിൽ ഉണ്ടാകുന്ന വിഷയം, പാകിസ്ഥാനെ തിരിച്ചടിക്കേണ്ട വിഷയം, പാകിസ്ഥാനെ ഉരുത്തിരിക്കുന്നു അമേരിക്ക താരിഫിൻ്റെ വിഷയത്തിൽ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്നു. അപ്പം ഈ യാതൊരു രീതിയിലും കുലുങ്ങാത്ത, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് യാതൊരു വിഷയം വരാതെ ഈ പറയുന്ന താരിഫുകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കണം. അതിനകത്തു നിന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടാകും. ഗുജറാത്തിൽ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഗുജറാത്തിൻ്റെ അതിർത്തിയിലേക്ക് ഈ പാകിസ്ഥാൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഒരുക്കം, കാശ്മീരിലൊരുക്കം, അപ്പം എന്നിട്ട് പല രീതിയിലുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഇതെല്ലാം രീതിയിലെല്ലാം അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വെളിയിൽ പോയി ഇതൊരു ഇന്ത്യ എന്തിനാ ഇനി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള വർത്തമാനങ്ങൾ. ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്ന് പറഞ്ഞിട്ടാണ് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയിട്ട് ഈ കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയത്തില്ല അദ്ദേഹം ചെയ്യുന്ന ജോലി വിജയിക്കുമെന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഏൽപ്പിച്ച ഒരു കുഴപ്പമില്ല ചെയ്തോ വിജയിക്കുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അത് ദീർഘകാലമായിട്ട് അങ്ങനെ പറയുന്ന കാര്യം ചർച്ചയാകുന്നു, ജനമത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഉള്ളിൽ ആ സംഭവം ഇല്ല എന്നുള്ള കാര്യമൊന്നും പുള്ളി അറിയുന്നില്ല. പക്ഷെ പുള്ളിയുടെ ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മതമൗല്യവാദികൾ ചെയ്യുന്ന അതേ മുദ്രാവാക്യമല്ല നമ്മൾ നോക്കുമ്പോൾ ഒരേ സ്വരത്തിലും ഒരേ ശബ്ദത്തിലും വരുന്നത്. ഏതായാലും ഇന്ത്യയുടെ പുരോഗതിയിലൂന്നി മുന്നോട്ട് പോകുന്ന ഒരു ഭരണവും, അല്ലെങ്കിൽ ആ പുരോഗതി ആര് വിചാരിച്ചിട്ട് പോലും, അല്ലെങ്കിൽ അമേരിക്ക വിചാരിച്ചിട്ട് പോലും തടയാൻ പറ്റാത്തൊരു അവസ്ഥ. അമേരിക്ക താരിഫിൻ്റെ രൂപത്തിൽ ഇവിടെ അടിക്കാൻ നോക്കിയ സംഭവം നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഈ നവരാത്രി ഉത്സവത്തിന് തന്നെ നമ്മളുടെ താരിഫ് വിഷയത്തിനകത്തെ അതിജീവിക്കാൻ ഇന്ത്യൻ കമ്പോളത്തിന് സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു ഇന്ത്യയാണ്. അതായത് ലോക റെക്കോർഡാണ് ഇവിടുത്തെ വിറ്റുവരെ. ഇനിയിപ്പോൾ ദീപാവലിയിലേക്ക് പോവാണ്, ഇതിൻ്റെ ഇരട്ടി ആണ് പ്രതീക്ഷ. അപ്പം ഇതൊക്കെ ഇങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ ഒരു രീതിയിലും ഇവിടുത്തെ ചില യൂട്യൂബുകൾ നാളെ ഇവിടെ കലാപം, അല്ലെങ്കിൽ ഈ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ നാളെ ഇവിടുത്തെ മീൻ അളിഞ്ഞു പോവും, അല്ലെങ്കിൽ ഇവിടുത്തെ തുണി ഇവിടെ കിടന്നു പോകും എന്നൊക്കെ പറയുന്നിടത്ത് മീൻ അളിഞ്ഞതുമില്ല, തുണി ഇവിടെ കിടന്നതുമില്ല. ഈ തുണിയും അമേരിക്ക ഇല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായിട്ടുണ്ട്. ഇവിടുത്തെ മത്സ്യ സംവിധാനത്തിൻ്റെ കയറ്റുമതിക്ക് എല്ലാത്തിനകത്തും ഓപ്ഷൻസ് കണ്ടെത്തി, അതിന് മാർഗം കണ്ടെത്തി, അത് കയറ്റുമതി ഇറക്കുമതി ഇല്ലെങ്കിൽ പോലും ആ കമ്പോളം ഇന്ത്യയിൽ കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. അതായത് സ്ഥിരതയുള്ള ഒരു സംവിധാനം എന്ന് വെച്ചാൽ എക്കണോമിക്കൽ ഗ്രോത്ത്, അത് ലോകത്ത് അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടാകുന്നു ലോകം പഠിച്ച് ഇന്ത്യയെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ കലാപം ഉണ്ടാക്കുന്നു, ബന്ധുണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. അതായത് ഓരോ പറഞ്ഞതില് ഇത്രയും പ്രശ്നങ്ങൾ താരിഫിന്റെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിനിടയിൽ പോലും ഇത്രയും പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായപ്പോൾ പോലും നമുക്ക് 0.45% നമ്മുടെ GDPക്ക് ഉയർച്ചയാണ് ഉണ്ടായതെന്നുള്ള ഒരു റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. അത് തന്നെ. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഈ നമ്മൾ ആശങ്കപ്പെടുന്ന, അല്ലെങ്കിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 7% പോകുന്ന GDP ഒരുപക്ഷെ 6.5 ആകുമെന്ന് ഉള്ളൊരു ആശങ്ക പറയുന്നുണ്ട്. നമ്മൾ കണക്ക് നോക്കിയിട്ടില്ല, പക്ഷെ നമ്മുടെ അങ്ങനെയല്ല വരാറുള്ളത്. കാരണം യുദ്ധത്തിന് ശേഷം സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുള്ള രാജ്യം, കോവിഡിന് ശേഷം സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയിട്ടുള്ള രാജ്യത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക്കൽ ഗ്രോത്ത്, അല്ലെങ്കിൽ
ആണ് നമ്മുടെ ഇപ്പം ഇതിൻ്റെ കണക്ക് ഇപ്പോൾ വിചാരിച്ചേക്കുന്നത് കുറയുമെന്നാണ്. അമേരിക്കയുടെ താരിഫ് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 0.5% കുറവ് വരും. പക്ഷേ ഇപ്പം വരാൻ പോകുന്നത് അങ്ങനെ ആകണമെന്നില്ല. ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുന്നത് GDP ഗ്രോത്ത് ഉണ്ടായി. ഗ്രോത്ത് ഉണ്ടായി അല്ലേ, ഞാൻ ഉയർച്ചയുണ്ട്. അപ്പം അതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ഇന്ത്യക്കകത്ത് ഒരു പക്ഷേ കലാപങ്ങൾ പഴയതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഇപ്പം തന്നെ ഈ പറഞ്ഞിടത്തെല്ലാം കലാപം വലിയ വലിപ്പത്തിലാണ്, വലിയ പ്ലാനിങ്ങിലാണ് വന്നത്. ഐല മുഹമ്മദിൻ്റെ കലാപവും അല്ലെങ്കിൽ ഈ ലഡാക്കിലെ കലാപവും ഈ പറഞ്ഞ ഏറ്റവും ഇപ്പം ഒഡീഷയിൽ അല്ലെങ്കിൽ കലാപവും ഇനിയും ഡൽഹിയിൽ കലാപം, അതായത് തലസ്ഥാനത്തൊരു കലാപം ഉരുത്തിരിഞ്ഞാൽ ലോകം മൊത്തം ചർച്ചയാവുന്ന ഒരു പ്ലാനിങ് നടത്തിയപ്പോൾ തന്നെ കലാപം കൂടുന്നതിന് മുമ്പേ തൂത്തുവാരിക്കൊണ്ട് പോകാൻ, അത് ഈ പറഞ്ഞ സംവിധാനമൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിലേക്ക് നിൽക്കുക. ഇന്ത്യയിൽ കലാപത്തിന് ഇനിയും സാധ്യതയില്ല. പക്ഷേ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വർക്കുകൾ, അതിനുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. കലാപങ്ങൾ ക്യൂ ആയിട്ട് വരുന്നു. പക്ഷേ ഇന്ത്യക്കകത്ത് ഒരുപക്ഷെ സംസ്ഥാനത്തിനകത്തും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറയുന്നത് കലാപം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ കലാപം ഉണ്ടാക്കാൻ വരുന്നവർ മനസ്സിലാക്കുന്നില്ല, നേപ്പാളല്ല, ബംഗ്ലാദേശ് അല്ല, പാകിസ്ഥാനല്ല, അവിടെ നിന്ന് വ്യത്യസ്തമായി സ്ഥിരമായ സംവിധാനങ്ങളും അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് മറ്റ് പല അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെ തുലനം ചെയ്യുമ്പോൾ മറ്റ് പലതും ഇതുപോലെ സംഭവങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ലണ്ടൻ ഉൾപ്പെടെ അവിടുത്തെ പ്രശ്നമാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാനഡ ഉൾപ്പെടെ പ്രശ്നമാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത്രയും വലിയ സംസ്ഥാനത്ത് ഇതിപ്പം നടക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് സ്ഥിരമായ ഭരണവും അതിനനുസരിച്ചുള്ളൊരു സംവിധാനവും ഇവിടെ, അല്ലെങ്കിൽ ഇതെല്ലാം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു സംവിധാനവും ഒക്കെ ഇവിടെ സ്ഥിരമായി കഴിഞ്ഞു എന്നാണ് നമുക്കിനകത്ത് മനസ്സിലാവുന്നത്.